എല്ലാവർക്കും ജർമ്മൻ ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജർമ്മൻ ലെറ്റേഴ്സ് പഠിച്ചു. അത് എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യേണ്ടതെന്നും പഠിച്ചു. ഇനി ഈ ക്ലാസ്സിൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് ജർമ്മൻ വേർഡ്സ് പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ജർമ്മൻ പഠിക്കാനുള്ള എളുപ്പമായ മാർഗം എന്ന് പറയുന്നത് ജർമ്മൻ ഗ്രീറ്റിംഗ്സും ഗുഡ് ബൈസും അതേപോലുള്ള ഡെയിലി യൂസ് ചെയ്യുന്ന കുറച്ച് വേർഡുകൾ പഠിച്ചുകൊണ്ടാണ്. അപ്പൊ നമുക്ക് ഏതൊക്കെ വേർഡ്സ് ആണെന്ന് നോക്കാം. ഗ്രീറ്റിംഗ്സിനും ഗുഡ് ബൈസിനും ഒക്കെ ഉപയോഗിക്കുന്ന ബേസിക് ആയിട്ടുള്ള മെമ്മറൈസ് ചെയ്യാൻ പറ്റുന്ന വേർഡ്സ് ഏതൊക്കെയാണെന്ന് ആദ്യം നോക്കാം. ഫസ്റ്റ് വൺ, നമ്മൾ ഒരാളെ കാണുമ്പോൾ ഹലോ എന്ന് പറയുമല്ലോ. അപ്പൊ ഇംഗ്ലീഷിലായാലും നമ്മൾ പറയും ഹലോ. ജർമ്മനിൽ നമ്മൾ ഹലോ എന്ന് പറയാറുണ്ട്. നെക്സ്റ്റ് വേർഡ് ഗുഡൻ മോർഗൻ. ഗുഡൻ മോർഗൻ മീൻസ് ഗുഡ് മോർണിംഗ്. ഇപ്പോ നമ്മൾ ഗുഡ് മോർണിംഗിന് പകരം ഗുഡൻ മോർഗൻ ആണ് ജർമ്മനിൽ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഗുഡൻ ടാഗ്, ഗുഡ് ഡേ. എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്? ഗുഡൻ ടാഗ്, ഗുഡൻ ടാഗ്. ഗുഡൻ ആബൻഡ്, ദാറ്റ് മീൻസ് ഗുഡ് ഈവനിങ്, ഗുഡൻ ആബൻഡ്. ഇനി നമുക്ക് ഗുഡ് ബൈക്ക് യൂസ് ചെയ്യുന്ന ഫ്രേസസ് ഏതൊക്കെയാണെന്ന് നോക്കാം. എങ്ങനെയാണ് നമ്മൾ ഗുഡ് ബൈ എന്ന് പറയുന്നത് നോക്കാം. ചൂസ്. ഗുഡ് ബൈക്ക് ബേസിക് ആയിട്ട് നമ്മൾ ജർമ്മനിൽ യൂസ് ചെയ്യുന്ന വേർഡാണ് ചൂസ്. ടീയിൽ സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിലും പ്രൊനൗൺസിയേഷൻ ച്യൂസ് എന്നാണ്, ച്യൂസ്. നെക്സ്റ്റ് വൺ ഔഫ് വിഡർസേൻ. ഔഫ് വിഡർസേൻ മീൻസ് സീ യു അഗെയിൻ. അപ്പൊ എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്? ഔഫ് വിഡർസേൻ. നമ്മളൊരു കോൺവെർസേഷൻ എൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഔഫ് വിഡർസേൻ ഉപയോഗിക്കാം. അതൊരു ഫോർമൽ രീതിയാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. ബിസ് ബാൾഡ്, സീ യു സൂൺ. ഇതൊരു ഇൻഫോർമൽ രീതിയാണ്. കൊളീഗ്സ് തമ്മിലോ ഫ്രണ്ട്സ് തമ്മിലോ ഒക്കെ ഒരു കോൺവെർസേഷൻ എൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ബിസ് ബാൾഡ് യൂസ് ചെയ്യാം. അപ്പൊ എങ്ങനെയാണ് പ്രൊനൗൺസിയേഷൻ? ബിസ് ബാൾഡ്. ഇനി നെക്സ്റ്റ് ഏതാണെന്ന് നോക്കാം. ഫീൽ ഗ്ലൂക്ക്. എങ്ങനെയാണ് പ്രൊനൗൺസിയേഷൻ? ഫീൽ ഗ്ലൂക്ക്, ഗുഡ് ലക്ക്. അങ്ങനെ നമുക്ക് പറയാം. ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്. നമ്മൾ ബെഡിലേക്ക് പോകുന്ന സമയത്ത് നൈറ്റിൽ നമുക്ക് പറയാം ഗുഡ് നൈറ്റ്. നമ്മൾ സാധാരണ രീതിയിൽ ഇംഗ്ലീഷിൽ പറയുമല്ലോ. അപ്പൊ അതിന് പകരം നമുക്ക് ഗുഡ് നൈറ്റ് അങ്ങനെയാണ് ജർമ്മനിൽ പറയാം. അപ്പൊ എന്താണ് പ്രൊനൗൺസിയേഷൻ എന്നോട് പറയാം? ഗുഡ് നൈറ്റ്. നെക്സ്റ്റ് വൺ, ഇവിടെ നമുക്ക് എവരിഡേ കോൺവെർസേഷനിൽ യൂസ് ചെയ്യുന്ന കുറച്ച് സിമ്പിൾ ഫ്രേസസ് പരിചയപ്പെടാം. സാധാരണ രീതിയിൽ നമ്മൾ ഒരാൾ കാണുമ്പോൾ അയാളോട് സംസാരിക്കുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന കുറച്ച് സെന്റൻസുകൾ, കുറച്ച് ഫ്രേസുകളാണ് നമ്മളോട് പരിചയപ്പെടാൻ പോകുന്നത്. ഇപ്പോൾ ഫോർമലായിട്ട് നമ്മൾ ഒരാളെ മീറ്റ് ചെയ്യുമ്പോൾ ആളോട് ചോദിക്കും ഹൗ ആർ യു എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ സാധാരണ ചോദിക്കാറുണ്ട്. അത് നമ്മൾ ജർമ്മനിൽ എങ്ങനെയാണ് ചോദിക്കുന്നത്? വി ഗേറ്റസ് ഇനൻ അങ്ങനെയാണ് ചോദിക്കാറ്. വി ഗേറ്റസ് ഇനൻ. ഹൗ ആർ യു ന് പകരം വി ഗേറ്റസ് ഇനൻ എന്നാണ് ചോദിക്കുന്നത്. നെക്സ്റ്റ് വൺ, വി ഗേറ്റസ് ഡിയർ. ഹൗ ആർ യു. അതൊരു ഇൻഫോർമൽ ഫ്രേസ് ആണ്. നമ്മുടെ ഫ്രണ്ടിനെ കാണുമ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട് ഹൗ ആർ യു ചോദിക്കുന്നത് വി ഗേറ്റസ് ഡിയർ. ഈനന് പകരം ഡിയർ. അപ്പൊ എന്താണ് പറയുന്നത്? തിരിച്ച് റിപ്ലൈ താങ്കെ ഗുഡ്, താങ്ക്സ് ഐ എം ഫൈൻ, താങ്കെ ഗുഡ്. ഇതിന് പകരം നമുക്ക് സേർ ഗുഡ് എന്ന് ഉപയോഗിക്കാം. വെരി ഗുഡ്. വി ഗേറ്റസ് ഡിയർ എന്ന് ചോദിക്കുമ്പോൾ സേർ ഗുഡ് എന്ന് നമുക്ക് റിപ്ലൈ ചെയ്യാം. നിക്ട് സോ ഗുഡ്, നോട്ട് സോ ഗുഡ് അങ്ങനെയും ചിലർ പറയാറുണ്ട്. അപ്പൊ അതിന് നമുക്ക് നിക്ട് സോ ഗുഡ് എന്ന് പറയാം. എന്നിട്ട് നമ്മൾ എന്താണ് തിരിച്ചു ചോദിക്കുന്നത്? ഉണ്ട് ഈനൻ ആൻഡ് യു. ഫോർമൽ ആയിട്ട് ഒരാൾ വി ഗേറ്റസ് ഈനൻ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് തിരിച്ച് ഉണ്ട് ഈനൻ എന്ന് ചോദിക്കാം, ആൻഡ് യു. ഇൻഫോർമൽ ആണെങ്കിലോ ഉണ്ട് ഡിയർ ആൻഡ് യു, ഉണ്ട് ഡിയർ എന്ന് ചോദിക്കാം. അപ്പൊ തിരിച്ച് താങ്ക് യു പറയുന്നത് ഡാങ്കെ. താങ്ക് യു പറയുന്ന അടുത്ത ഒരു ഫോർമാറ്റ് ആണ് ഡാങ്കെ ഷോൺ, താങ്ക് യു വെരി മച്ച്. വിelen Dank, many thanks, vielen Dank. ഇനി യു ആർ വെൽക്കം. എങ്ങനെയാണ് നമ്മൾ യു ആർ വെൽക്കം എന്ന് പറയാ? ബിറ്റെ സർ അത് യൂസ് ചെയ്യാം, ബിറ്റെ ഷോൺ യൂസ് ചെയ്യാം, ഗേൺ ഗഷേൻ
ഇതും നമുക്ക് യു ആർ വെൽക്കം എന്നുള്ള രീതിയിൽ യൂസ് ചെയ്യാം. ബിറ്റെ സർ, ബിറ്റെ ഷോൺ, ഗേൺ, ഗഷേൻ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് പഠിച്ചത്. ബേസിക് വേർഡ്സും എവരിഡേ കോൺവെർസേഷനിൽ യൂസ് ചെയ്യുന്ന കുറച്ച് ഫ്രേസുകളും. ഗുട്ടൻ മോർഗൻ, ഗുട്ടൻ ആബൻഡ്, ഡാങ്കെ ഷോൺ, ബിറ്റെ സർ, വി ഗേറ്റ് എസ് ഈനൻ, വി ഗേറ്റ് എസ് ഡിയർ, അങ്ങനെ കുറച്ച് ഫ്രേസുകളും വേർഡ്സുകളും. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കൂടുതൽ വേർഡ്സും കൂടുതൽ വെർബ്സും ഒക്കെ പഠിക്കാം. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ. താങ്ക് യു.